കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയുമായും വിവിധ സേനാ മേധാവികളുമായും കൂടിക്കാഴ്ച നാളെയാണ്. സന്ദർശനം കേന്ദ്ര ഫണ്ടുകൾ സംസ്ഥാനം വഴിമാറ്റുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ്. പോലീസിന്റെ ആധുനികവൽക്കരണത്തിനുള്ള ഫണ്ടിന്റെ വിനിയോഗമടക്കം സംസ്ഥാനം വിശദീകരിക്കേണ്ടി വരും. ശാലിനിയാണ് ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, ഗുഡ് മോർണിംഗ്. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയും കണക്ക് കൃത്യമായി ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ പോലീസ് ഫണ്ടിന്റെ കാര്യങ്ങളിൽ അത് വകമാറ്റി ചെലവഴിച്ചു എന്നതടക്കം വാർത്തകൾ നമ്മൾ തന്നെ നൽകിയതാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ഗുഡ് മോർണിംഗ്. വീണ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്ന് രാത്രിയോടുകൂടി തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. എല്ലാ വർഷവും ഓരോ സാമ്പത്തിക വർഷവും കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലനത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്നത്. പക്ഷേ ഈ ഫണ്ടൊന്നും തന്നെ കാര്യക്ഷമമായി കേരളത്തിൽ വിനിയോഗിക്കുന്നില്ല. അത് വിവിധ ആർഭാടങ്ങൾക്കും ദൂർത്തിനുമായി സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ, ഒപ്പം തന്നെ ക്രമസമാധാന പരിപാലനം സംസ്ഥാനത്ത് താളം തെറ്റിയ സാഹചര്യം. ഈ ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഈ സാഹചര്യങ്ങൾ വിലയിരുത്താനായി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുന്ന അദ്ദേഹം നാളെ ഫയർഫോഴ്സ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി, ജയിൽ മേധാവി എന്നിവരുമായും സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്രമസമാധാന പരിപാലനത്തിന് നൽകുന്ന തുക അതിനുവേണ്ടി വിനിയോഗിക്കാതെ മറ്റ് കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തും. ഒപ്പം തന്നെ ഈ മാവോയിസ്റ്റ് ആക്രമണമൊക്കെ സംസ്ഥാനത്ത് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ, എണ്ണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതിനെയൊക്കെ അമർച്ച ചെയ്യാൻ കേന്ദ്രം നൽകുന്ന ഫണ്ട് എന്തിനു വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ കണക്ക് സംസ്ഥാനം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് മുൻപാകെ നൽകേണ്ടി വരും. കൂടാതെ കേസന്വേഷണത്തിന് പോകുന്ന വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനും സംസ്ഥാനത്തെ പോലീസിന് സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ പാതി വഴിയിലും കേസന്വേഷണത്തിന് തമിഴ്നാട്ടിലേക്ക് അടക്കം പോയ സംസ്ഥാന പോലീസിന്റെ വാഹനങ്ങൾ കേടാകുന്ന പശ്ചാത്തലം, പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഒരു ആവശ്യം ധനവകുപ്പ് അംഗീകരിക്കാത്ത പശ്ചാത്തലം, ഇതൊക്കെ എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടാനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് തന്നെ കേരളത്തിലേക്ക് എത്തുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ ഉയർന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ ക്രമസമാധാന പരിപാലനത്തിന് നൽകുന്ന ഫണ്ട് സംസ്ഥാന സർക്കാരിനും, ഒപ്പം തന്നെ ഈ അടുത്ത് മാവോയിസ്റ്റ് വേട്ടയ്ക്കടക്കം നൽകിയിട്ടുള്ള കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ വാടകയ്ക്കെടുക്കുന്ന ഹെലികോപ്റ്ററിന് വേണ്ടി വിനിയോഗിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലം, ഇത്തരത്തിൽ തുക വകമാറ്റിയത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്, ആരോട് ചോദിച്ചിട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി കൃത്യതയും വ്യക്തതയും ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് മുൻപാകെ നൽകേണ്ടി വരും. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും നേരിട്ട് വിശദാംശങ്ങൾ നൽകാനും ഇതൊക്കെ പരിഗണിച്ചും പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത സാമ്പത്തിക വർഷത്തെ തുക അനുവദിക്കുന്ന നടപടികൾ കേന്ദ്രം സ്വീകരിക്കുക. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് തന്നെ കേരളത്തിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്താൻ പോകുന്നത്. എന്തായാലും സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ളവർ പുതിയ വാഹനങ്ങൾ വാങ്ങാനും ഒപ്പം തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായി ഫണ്ട് ആവശ്യപ്പെട്ടിട്ടും നൽകാത്തൊരു സാഹചര്യം സർക്കാർ തലത്തിൽ നിന്നുണ്ട്. കൂടാതെ മറ്റ് ജയിൽ വകുപ്പിനടക്കമുള്ള ഫണ്ട് കൃത്യമായ ഇടവേളകളിൽ നൽകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ കൂടി പരാതികൾ ഉയർന്ന സാഹചര്യം, ഒപ്പം തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലനം താളം തെറ്റിയ സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും ഒപ്പം തന്നെ ഇതിലെങ്ങനെ ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ മറികടക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാൻ കൂടിയും, ഒപ്പം തന്നെ കൃത്യമായി ഫണ്ട് വിനിയോഗത്തിൽ ഉണ്ടായ സംസ്ഥാനത്തിന്റെ വീഴ്ച പരിശോധിക്കാൻ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് തലസ്ഥാനത്തേക്ക് വരുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സെക്രട്ടറിയുടെ കണ്ടെത്തലുകൾ, ഒപ്പം തന്നെ അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലെ ഫണ്ട് വകയിരുത്തലും വിലയിരുത്തലും അടക്കം നിർണായകമാകുമെന്നതിൽ സംശയമില്ല. വീണ, ശരി ശാലിനി.